ഹലോ. ആ അതെ, മേനോനാ. എടോ, നമ്മളെ ലക്ഷ്മിയും തമ്മിൽ 2 മിനിറ്റിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് 2 സ്റ്റോപ്പ് കഴിയുമ്പോ അതങ്ങ് തീരുകയല്ലേ. ഇയാൾ എന്തൊരു കോത്താഴത്തുകാരനാ. എടോ, പുറകുവശത്തെ സീറ്റ് അങ്ങ് അടിച്ചു മാറ്റ്. അവിടെ 10-30 ആൾക്കാരെ കൊള്ളിക്കാവല്ലോ. പോലീസുകാരെ ആദ്യം കാണുക ഇയാള്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്തേര്. അങ്ങനെയല്ലേ സാധാരണ പതിവ്. പിന്നെ പെരുന്നാൾ സ്പെഷ്യൽ എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വേറൊരു കാര്യം, ടിക്കറ്റ് കീറാതെ ആൾക്കാരെ കയറ്റരുതെന്ന് പറഞ്ഞേക്കണം. എന്റെ സ്വഭാവം മാറും. ശരി, വേറൊന്നുമില്ല. ഇന്നെന്താ എണീക്കാൻ പരിപാടിയൊന്നുമില്ലേ? അമ്മേ, മോളെ കാപ്പ് കുടിക്കണ്ടേ? ഇപ്പൊ വേണ്ട പാറുമ്മേ. അമ്മയുടെ അമ്മയകത്തുണ്ട്. തുടങ്ങി. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. അല്ല, അച്ഛൻ ഇതുവരെ റെഡി ആയില്ലേ? എന്താടേ മോളെ കൂട്ടത്തോടെ അമ്പലത്തിൽ പോക്ക്? ഇന്ന് എന്താ ദിവസം അച്ഛൻ അറിയോ? ശനിയാഴ്ച. ശനിയല്ല, കണ്ടക ശനി. കാലത്ത് തന്നെ വട്ടുപിടിപ്പിക്കാൻ എന്താന്ന് വെച്ചാ കാര്യം പറ. അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കാൻ നാണുണ്ടോ? ഇന്ന് ജേട്ടന്റെ ബർത്ത്ഡേയാ. എന്നിട്ട് അവനെവിടെ? പിറന്നാളിയാക്കൻ തല്ലുണ്ടാക്കാൻ പോയി കാണുമല്ലേ? ജയേട്ടൻ പുറത്തു പോണത് തല്ലുണ്ടാക്കാനാ? അച്ഛൻ എപ്പോഴും കുറ്റം പറഞ്ഞിട്ടാ ജയേട്ടൻ ഇങ്ങനെ റിബൽ ആവുന്നത്. അമ്മയും മോളും കൂടെ കാലത്ത് എന്നെ കടിച്ചു കയറാൻ വരല്ലേ. 10 ആള് കയറുന്ന ദിവസമായിന്ന്. അവന് പോയ കളക്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ എന്താ? കണ്ണ് തെറ്റിയാ ബസ് വരെ അടിച്ചു മാറ്റുന്ന കൊച്ചുണ്ണിമാരാ നമ്മുടെ ജോലിക്കാര്. ജയേട്ടൻ അതിന് തന്നെ രാവിലെ പോയത്.
എന്തിനാ കിടന്ന് കൊല വിളി വിളിക്കുന്നേ? നിങ്ങളെ പിണ്ണം വെക്കാൻ മേനഞ്ചേട്ടൻ എവിടെ ചേച്ചി? രാവിലെ എന്റെ നാവ് ചൊറിഞ്ഞു വരിക. ശാലം വെളിച്ചത് വരട്ടെ. മേനഞ്ചേട്ടാ എല്ലാം പോയി, കാറ്റ് പോയി. ആരുടെ? ജയൻകുഞ്ഞിന്റെ. അയ്യോ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? അല്ല, ബസ്സിന്റെ കാറ്റാ പോയത്. ലക്ഷ്മി മോട്ടോഴ്സുമായി ജയൻ അടിയുണ്ടാക്കി. നമ്മുടെ ട്രിപ്പ് മുടങ്ങി. ബസ് പോലീസുകാർ പിടിച്ചിട്ടിരിക്കുക. അടി എന്ന് പറഞ്ഞാലോ എന്തടി! ഓ, ആ ചില്ല് കൊണ്ടുവന്ന് കാണാൻ വേണം. ഒന്നും പറയണ്ട. തോന്നിയാസം കാണിച്ചപ്പോൾ ന്യായീകരിക്കാൻ നോക്കുക. നിങ്ങൾ അവനെ കടിച്ചു കീറാൻ വരാതെ അവന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേക്ക്. അവൻ പറയുന്ന വർഷങ്ങളായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക. രൂപ 60,000 നഷ്ടം. അയ്യോ അല്ല, അത് ഞാനൊരു ഏകദേശ രൂപം പറഞ്ഞതാ. 70 മേലെ വരും കേട്ടോ. ഒരു നല്ല കാര്യമെങ്കിലും കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ട് ചാകടാ ഗുരുത്തം കെട്ടവനെ. ജയേട്ടന്റെ ഭാഗത്തല്ല അച്ഛാ തെറ്റ്. ആ ലക്ഷ്മി ബസ്സുകാരല്ലേ സമയം തെറ്റിച്ച് ഓടിച്ചത്. നീ വക്കാലത്ത് കൊണ്ടുവരിക. കയറിപ്പൊടിയാത്ത്. നിങ്ങൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് ശപിച്ചോണ്ട് വരുന്ന അവൻ എങ്ങനെ തെറ്റ് മനസ്സിലാകുക? ശരി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അല്ല അച്ഛന്മാരും. ഓഹോ, അവൻ കുഞ്ഞല്ലേ. അയ്യോ, ഇവനിനി എന്നാടി വലുതാകുന്നേ? ഇന്ന് കെട്ടിച്ചാ നാളെ പിള്ളേര് 10. ഇവനാണോ കുഞ്ഞ്? ഇവിടെ ഒരാൾക്ക് എന്ത് പറഞ്ഞാലും ഇപ്പൊ തലേ കയറില്ല. മോനകത്ത് പോ. അവിടെ നിക്കടാ. ഒന്നുകിൽ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുക, അല്ലെങ്കിൽ പടിക്ക് പുറത്തിറങ്ങുക. രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. എന്ത് പറയുന്നു? ഞാനെന്ത് പറയാനാ? അച്ഛൻ പറയുന്ന പോലെ ചെയ്തോളാം. അയ്യോ, എന്ത് പാവം. എടാ, അല്ലെങ്കിൽ നീ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്നവനാണെന്ന് എനിക്കറിയാം. അച്ഛന് സ്വയം അങ്ങനെ തോന്നുന്നെങ്കിൽ ഞാനെന്ത് പറയാനാ? വിളിച്ചോണ്ട് പോടിയകത്ത്. വാ മോനെ. ഇതിനൊക്കെ ജയനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂട്ടുകാരൻ ഒരുത്തുണ്ടല്ലോ ഉണ്ണി, അവൻ അതിനൊക്കെ കാരണക്കാരൻ. താൻ തിയേറ്ററിലേക്ക് പോയേ. ഇന്ന് ബിറ്റിടണോ? എന്തെങ്കിലും ചെയ്യണോ? പോടോ.